പീഡകളേറ്റു തളർന്നു നാഥൻ, മാനവരക്ഷയ്ക്കായി ക്രൂശിലേറി. ഓർക്കുക മക്കളെ, പാപത്തിൻ കാർമേഘം തുടച്ചു നീക്കാൻ ഉണരു നീ, സമയമായി ഒരുങ്ങുവാൻ, സമയമായി ഒരുങ്ങുവാൻ, സമയമായി. സ്നേഹമുള്ളവരെ, നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി നമ്മൾ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായും നോമ്പെടുക്കുന്നവരെയും ആചരിക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ നോമ്പിനും പ്രായശ്ചിത്തത്തിനുമൊക്കെ ദൈവം പ്രതിഫലം തരട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ വിശ്വാസത്തിൻ്റെ മർമ്മരങ്ങൾ എന്ന ചിന്താധാരയിലെ മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ കടക്കുന്നത്. അത് പ്രിയപ്പെട്ടവരെ, ഈ വചനം തന്നെയാണ്. എൻ്റെ കർത്താവ് എനിക്ക് പ്രതിഫലം തരുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഒന്നാമത് ഞാൻ എന്ത് വിശ്വസിക്കുന്നു? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഒന്ന്. രണ്ട്, എൻ്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ ദൈവം എല്ലാ കാര്യത്തിനും എനിക്ക് പ്രതിഫലം തരുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാം വചനം ഇങ്ങനെ കുറിച്ച് വച്ചിട്ടുണ്ട്. 24-ാം വചനം, ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം തരുന്നവനാണ് ദൈവം. ദൈവം പ്രതിഫലം തരും. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, വലിയ നിക്ഷേപങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പത്രോസ് ചോദിച്ചു, കർത്താവേ, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അതായത് ആ ഗലീലി കടൽ തീരത്ത് മീൻ പിടിച്ച് നടത്തിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് ഞങ്ങളോട് വരാൻ പറഞ്ഞു. അപ്പോഴാ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിൻ്റെ പിന്നാലെ വന്നതാ. ഇതാ കഴിഞ്ഞ 3 വർഷമായി നിൻ്റെ പുറകെ നടക്കുക. ഈ വെയിലും കൊണ്ട് ചിലപ്പോൾ പട്ടിണി കിടന്ന്, ചിലപ്പോൾ പാടത്ത് കിടന്ന്, പാറപ്പുറത്ത് കിടന്ന്, ചിലപ്പോൾ ആളുകളുടെ അധിക്ഷേപം കേട്ട്, കുറ്റപ്പെടുത്തൽ കേട്ട് ഇങ്ങനെ കിടപ്പ്. വീട്ടിൽ പോകാൻ പറ്റിയില്ല, ഭാര്യയുണ്ട് അടുത്ത് പോകാൻ പറ്റിയില്ല, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ല. എല്ലാം കൊണ്ടും ആകെ വല്ലാത്തൊരു 3 വർഷം. ചോദിക്കുക, കർത്താവേ, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം തരും? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു പ്രതിഫലമില്ല. ഇപ്പോൾ തന്നെ ഒന്നും കിട്ടുന്നില്ല. ഇനി വരാനിരിക്കുന്ന കാലത്ത് ഒന്നും കിട്ടിയാലേ എന്ന് ഉത്കണ്ഠ കൊണ്ട് ചോദിച്ചാൽ, അപ്പോൾ കർത്താവ് പറഞ്ഞ ഉത്തരവുണ്ട്. ബൈബിളിലെ മനോഹരമായ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാം തിരുവചനം ഞാനിങ്ങനെ വായിക്കാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എൻ്റെ ത്യാഗത്തിനും എൻ്റെ നൊമ്പരത്തിനും എൻ്റെ കഷ്ടപ്പാടിനുമെല്ലാം ദൈവം എനിക്ക് പ്രതിഫലം തരും എന്ന് വിശ്വസിക്കണം.
അതായത് ഈ ജീവിതത്തിന് അപ്പുറത്ത് ദൈവം എനിക്കൊരു പ്രതിഫലം തരും എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ സഹനങ്ങൾ, ഇപ്പോഴത്തെ നൊമ്പരങ്ങൾ, ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ ഒക്കെ അനുഭവിക്കാൻ ഏറ്റവും വലിയ ബലമാണത് എന്താ? ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്, ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്, ഇതെല്ലാം കർത്താവ് പ്രതിഫലം തരുന്നുണ്ട്. ഈ ഒരു ബോധ്യമല്ലേ? ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്ന ബോധ്യമില്ലെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തീയ ജീവിതത്തിന് നൊമ്പരങ്ങൾ സഹിക്കാനാവും? ഞാൻ പലപ്പോഴും ഓർക്കും, വിശുദ്ധരെയൊക്കെ മുന്നോട്ട് ചലിപ്പിച്ച ചിന്ത എന്താ? ദൈവം പ്രതിഫലം തരുമെന്നുള്ളതല്ലേ. നല്ല മിടുക്കനായ പട്ടാളക്കാരനായിരുന്നു എസ്തപ്പാനോസ്. അവൻ യേശുവിൻ്റെ വചനം കേട്ട് യേശുവിൻ്റെ കൂടെ കൂടി. ആ യേശുവിൻ്റെ കൂടെ കൂടിയപ്പോൾ അവൻ്റെ കൂട്ടുകാർ തന്നെ അവനെതിരായി. അവർ ദിവസം ഒറ്റക്കൊടുത്ത് അവൻ പിടിക്കപ്പെട്ടു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുക. പ്രിയപ്പെട്ട, നമുക്കറിയാം, ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ഒരിക്കൽ എസ്തപ്പാനോസിനെ പിടിച്ച് ചുറ്റും കൂടുന്ന ഒരു കല്ലെറിയുക. ഈ കല്ല് വന്ന് തലയൊക്കെ പൊട്ടി ചോരയൊക്കെ ചീറ്റി ഇങ്ങനെ മുറിഞ്ഞ് ദശയൊക്കെ താവി തുളുമ്പി പോകുന്ന നേരം, ഈ നേരത്തും എസ്തപ്പാനോസ് എന്താ പറഞ്ഞത്? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഇവൻ ഈ കല്ലെറിയുന്നവരെയാണോ കണ്ടത്? എറിയുന്നവരുടെ മുഖമാണോ കണ്ടത്? ഏറായി വരുന്ന കല്ലിനാണോ കണ്ടത്? ഒന്നുമല്ല. എന്താ കണ്ടത്? സ്വർഗം തുറന്നിരിക്കുന്നതും മാലാഹമാർ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഞാൻ കാണുക. അതായത് അവൻ്റെ കണ്ണുകൾ സ്വർഗത്തിലാണ്. അതായത് അത് കാണുന്നവന് മാത്രമേ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്ന് ചിന്തിക്കുന്നവന് മാത്രമേ ഇവിടെ ത്യാഗം ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകളുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് വെറും ഉപരിപ്ലവം മാത്രമാണ് തോന്നാറുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നോക്കുന്നത്. എന്തെങ്കിലും ചെയ്താൽ ഇവിടെ ഒരു പബ്ലിസിറ്റി കിട്ടി, ഇവിടെ ഒരു അംഗീകാരം കിട്ടി, ഇവിടെ ഒരു അവാർഡ് കിട്ടി, തീർന്നു, തൃപ്തിയായി. മറിച്ച് ഇതിനപ്പുറത്തെ ജീവിതമുണ്ട്. നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അവസാനം വെക്കുന്ന വാചകം എന്താ? നിത്യ ആയുസ്സിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കല്ലറയിലെ സെമിത്തേരിയിലെ പൂ കൊണ്ട് തീരുന്ന ജീവിതമല്ല നമ്മുടേത്. ഇവിടം കൊണ്ട് എല്ലാ അംഗങ്ങളും അവസാനിക്കുന്നില്ല. ഇതൊരു ഘട്ടം മാത്രമാണ്. ഇതൊരു ഘട്ടം മാത്രമാണ്. ഇതിനപ്പുറത്ത് ദൈവം തരുന്ന പ്രതിഫലമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കണം. ഇത് വിശ്വസിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൻ്റെ ഭാരങ്ങളും വിഷമങ്ങളും മാറി. ഇന്ന് പല ആളുകൾക്കും ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന കണ്ടുകൊണ്ട് സായാഹ്നങ്ങളിലൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്തോരം ഞാൻ അവരെ സഹായിച്ച, എന്നിട്ട് അവരെന്നെ തിരിച്ചു കുത്തിയല്ലോ, പാല് കൊടുത്ത കയ്യെ തന്നെ കടിച്ച പാമ്പെന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ. ഞാൻ എത്ര ആത്മാർത്ഥമായി ചെയ്താ, എന്നിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ. എന്തോ ഒരു സങ്കടങ്ങളാണ് എല്ലാവർക്കും. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ഇവിടെ വെച്ച് കിട്ടുന്ന പ്രതിഫലങ്ങളെയും പൂച്ചെണ്ടുകളെയും നമ്മൾ സ്വപ്നം കാണുന്നത്. അതാ പ്രശ്നം. ഇവിടെ എങ്ങനെയെങ്കിലും സന്തോഷം വഹിക്കണം. മറിച്ച് ആത്മീയ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? അവൻ ചിന്തിക്കുന്നത് ഇതിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചാണ്. ആ ഒരു ദീർഘവീക്ഷണമുള്ളവന് മാത്രമേ ജീവിതത്തിലെ നൊമ്പരങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ഞാൻ ഓർക്കും, ഒരിക്കലും എന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നൊരു കൊച്ചച്ഛൻ. അച്ഛനായിട്ട് 5 വർഷമേ ഉള്ളൂ. നല്ല മിടുമിടുക്കൻ സ്മാർട്ടായ കൊച്ചച്ഛൻ. അച്ഛനാകെ സങ്കടപ്പെട്ട് വിഷമിച്ച എൻ്റെ അടുത്ത് വന്നത്. ഒരു ദിവസം പ്രൈവറ്റായി ഒന്ന് കാണുക. അച്ഛൻ എനിക്ക് ആകെ പ്രയാസം അച്ഛാ, ഇത് പൗരോഹിത്യം നിൽക്കണമെന്ന് പോലും വിഷമം അച്ഛാ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയും? അച്ഛനായി 2-3 വർഷം ഒരു ഇടവകയിൽ കൊച്ചച്ഛനായി ജോലി ചെയ്ത് പിന്നെ സ്വന്തമായൊരു ഇടവക കിട്ടി. ഒരു കുഞ്ഞ് ഗ്രാമത്തിലെ പള്ളി. ശരിക്കും പള്ളിയൊന്നുമില്ല, ഒരു ഷെഡായിരുന്നു. അച്ഛൻ നല്ല സ്മാർട്ടും കഴിവുള്ള അച്ഛനായതുകൊണ്ട് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് പിരിവൊക്കെ സമാഹരിച്ച് നല്ലൊരു കുഞ്ഞ് പള്ളി പണിതു. 3 വർഷം കൊണ്ടാണ് ഏകദേശം പള്ളി പണി തീർത്തത്. ഗ്രാമമായതുകൊണ്ട് എല്ലാ വീട്ടിലും അച്ഛൻ 10-20 പ്രാവശ്യമെങ്കിലും പോയി കാണും പൈസ സമാഹരിക്കാൻ വേണ്ടി. മാത്രമല്ല അച്ഛന് പരിചയമുള്ള എല്ലാവരും പൈസ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. അയൽവക്കത്തെ പള്ളികളിൽ പോലും പോയിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അച്ഛൻ ഈ പള്ളി പണിക്ക് പണം സമാഹരിച്ചത്. അതിനേക്കാളും വല്ലാത്ത പ്രത്യേകത, ഈ പണിക്കാരുള്ള ദിവസങ്ങളിലൊക്കെ അച്ഛൻ ഇവിടെ കൂടെ നിന്ന് പണിയെടുക്കും. രാവിലെ പണിക്കാർ വരുമ്പം ഒരു 9 മണി സമയമാകുമ്പം അച്ഛൻ ലോഹയൊക്കെ മാറി ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു തലയിൽ വട്ടക്കെട്ടും കെട്ടി ഇവരുടെ ഒപ്പം നിന്ന് പണിയാണ്. മിക്കവാറും ദിവസങ്ങളിൽ മേയ്ക്കാട് പണി അച്ഛനാണ്. ഇങ്ങനെ 3 വർഷം പണിത് ഒരുവിധം പള്ളി വഞ്ചിലിപ്പോൾ തീർന്നു. ആൾക്കാർ നല്ല അച്ഛനാന്നൊക്കെ പറഞ്ഞു.
അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഈ പള്ളിവൻ്റെ കണക്കൊക്കെ വായിച്ച് അവതരിപ്പിക്കുമ്പോഴാണ് ഏതോ ഒരു കണക്ക് വന്നപ്പം ഒരു 25,000 രൂപയുടെ വ്യത്യാസം. തീർച്ചയായും നമുക്കറിയാമല്ലോ, ഏതടവാ സമൂഹത്തിലും ഒരു 5% ആൾക്കാർക്ക് പെറുവെറുപ്പോ ദേഷ്യം കാണും. അച്ഛനോട് അമർഷമുണ്ടായിരുന്നു, 5% ആൾക്കാരുണ്ടായിരുന്നു. അവരിത് കുത്തിപ്പോക്കി 25,000 രൂപയുടെ കണക്ക്. അതെന്തിയേ? അവിടെ എന്തിയേ? അച്ഛനെന്തോ വിട്ടുപോയതാ, കണക്കെഴുതാൻ മറന്നുപോയത് എന്തോ പറ്റിയാണ്. അച്ഛന് കിട്ടിയ പൈസ കണക്ക് വെച്ചിട്ടില്ല, അതാ പ്രശ്നം. അച്ഛൻ പൈസ കട്ടെടുത്തു, അച്ഛൻ അത് ചെയ്തു ഇത് ചെയ്തു. ഇങ്ങനെ ആരോപണങ്ങൾ, അപവാദങ്ങൾ, അസ്വസ്ഥകൾ. എല്ലാവരും പറഞ്ഞു. കുറേ പേരൊക്കെ വിശ്വസിച്ച് ശരിയായിരിക്കും, ഈ പൈസ വെച്ചിട്ടില്ല, ഇത്തിരി തീ ഇല്ലാണ്ട് ഇത്തിരി പുകയുണ്ടാവുമോ എന്നൊക്കെ ചോദ്യമായി. അവസാനം മെത്രാൻ്റെ അടുത്തെത്തി. ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടപ്പം മെത്രാൻ പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യുക അച്ഛാ, അച്ഛൻ അങ്ങ് മാറിക്കോ. ഇങ്ങനെ അച്ഛൻ അവിടുന്ന് സ്ഥലം മാറേണ്ടി വന്നു. അതായത് പള്ളി പണി നടന്നതിൻ്റെ ആ ആരവങ്ങളിലും ഉണർവിലുമല്ല, വിഷമിച്ചും പ്രയാസപ്പെട്ടും അച്ഛൻ മാറി. ഈ പുതിയ ഇടവക വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ കാണാൻ വേണ്ടി വന്നത്. അച്ഛാ, എന്നാലും അവരെന്നോട് ചെയ്തല്ലോ അച്ഛാ, ഇത് പറഞ്ഞ് അച്ഛൻ കരയുന്നത്. ഞാൻ എന്തോരം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ. ആൾക്കാർ തന്ന പൈസയുടെ ഇരട്ടി പൈസ ഞാൻ തന്നെ പുറത്തു പോയി പിരിച്ചതാ. മാത്രമല്ല, ഞാൻ അവിടെ ഒരു 500 ദിവസമെങ്കിലും പണിയെടുത്ത് കാണും. 500 ദിവസം, ഒരു ദിവസം 500 രൂപ വെച്ച് പണിക്കൂലി വെച്ചാൽ പോലും 2.5 ലക്ഷം രൂപ അച്ഛന് പണിക്കൂലി കൊടുക്കണം. ഇത് സാമാന്യ നീതിയാണ്. എന്നിട്ടാണ് ഒരു 25,000 രൂപയുടെ വ്യത്യാസം വന്ന് പറഞ്ഞ് കള്ളനെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് അധിക്ഷേപിച്ചത്. ഈ അച്ഛനോട് പറഞ്ഞു വെച്ചെന്താ, അച്ഛാ, ഇനി ഞാൻ ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്യല, ഞാൻ പള്ളിയും പണിയല, പള്ളിമുറിയും പണിയല, സിമിത്തേരിയും പണിയല, ഒരു കക്കൂസ് പോലും ഞാൻ പണിയല, പണി എന്ന പരിപാടി ഞാൻ നിർത്തി. ഇനി കുർബാന ചൊല്ലി ഞാൻ ഒറ്റ ഇരിപ്പായിരിക്കും. ഇങ്ങനെ അപ്സെറ്റായി വിഷമിച്ച അച്ഛൻ നിൽക്കുന്നത്. നല്ല മിടുക്കനായ അച്ഛൻ. ഞാൻ ആ അച്ഛനെ സ്നേഹപൂർവ്വം ചേർത്ത് വെച്ച് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെയും, നിന്നോടൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുണ്ട്. തീർച്ചയായും നീ ചെയ്തതൊക്കെ 100% ശരിയാണ്. ആളുകളുടെ ശൈലി അതാ, അവരങ്ങനെ പറയുള്ളൂ. പക്ഷെ നിനക്കൊറ്റ കുഴപ്പമുണ്ട്. എന്താ? നിൻ്റെ മനസ്സിൻ്റെ വിശ്വാസത്തിലൊരു കുഴപ്പമുണ്ട്. നീ എന്താ വിചാരിച്ചത്? ആളുകളെന്നും പ്രോത്സാഹിപ്പിക്കുന്നു, ആളുകളെന്ന് അംഗീകരിക്കുമെന്നോ, ആളുകളെന്ന് ഹല്ലേലൂയ പറയുമെന്നോ, ആളുകളൊക്കെ രാജാവെന്ന് പറയുന്നു. ഇല്ല മോനെ, അങ്ങനെയൊന്നുമില്ല. യേശുവിന് പോലും കിട്ടാത്തത് നമുക്ക് കിട്ടുമോ? മറിച്ച് നീ എന്ത് വിശ്വസിക്കണമായിരുന്നു? ദൈവത്തിൻ്റെ ഒരു വചനം നീ വിശ്വസിക്കണമായിരുന്നു. അതായത് നീ ഇവിടെ അധ്വാനിച്ചത് ആർക്ക് വേണ്ടിയാ? ജനത്തിന് വേണ്ടിയാണോ? മെത്രാന് വേണ്ടിയാണോ? ആളുകൾക്ക് വേണ്ടിയാണോ? അതാ നിൻ്റെ അബദ്ധം. അല്ല, നീ യേശുവിന് വേണ്ടി അധ്വാനിച്ചിരുന്നെങ്കിൽ യേശു എനിക്ക് പ്രതിഫലം തരുമെന്ന് നീ ചിന്തിച്ചേനെ. ആ വിശ്വാസം എനിക്ക് കുറഞ്ഞു പോയത്. ആരാണ് എനിക്ക് പ്രതിഫലം തരേണ്ടത്? എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ആ അച്ഛന് പറഞ്ഞു കൊടുത്തൊരു വചനം, അത് സങ്കീർത്തനങ്ങളിൽ 56-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വചനമാണ്. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ അടിവരയിട്ട് വായിക്കേണ്ടതും പഠിക്കേണ്ടതും ഓർത്ത് വെക്കേണ്ടതും വചനമാണ്. ഏതൊരു ആത്മീയ മനുഷ്യനും ഓർത്ത് വെക്കേണ്ട വചനം 56-ാം സങ്കീർത്തനം 8-ാം വചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അതാ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3 വചനങ്ങളാണ് പ്രിയപ്പെട്ട അവിടെയുള്ളത്. 1, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. 2, എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. 3, അവ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ അച്ഛൻ ചെയ്തു വെച്ച പണിയുടെയും പണിക്കാരുടെയും കണക്കൊന്നും പള്ളിയുടെ കണക്കിലോ മെത്രാൻ കണക്കിലോ ഇല്ലെങ്കിലും അത് എവിടെയുണ്ട്? ദൈവത്തിൻ്റെ കണക്കിലുണ്ട്, ദൈവത്തിൻ്റെ കണക്കിലുണ്ട്. എന്തിനാത്? അതെല്ലാം ദൈവം നിനക്ക് പ്രതിഫലം തരാൻ വേണ്ടിയാണ്. നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. നീ തെക്ക് വടക്ക് നടന്നത്, പിരിവിന് പോയത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്, പട്ടിണി കിടന്നത്, ഇതെല്ലാം ദൈവം എണ്ണിയിട്ടുണ്ട്. ഇത് നീ വിശ്വസിക്കണം. എന്തിനാ? പ്രതിഫലം തരാൻ വേണ്ടി. നിന്റെ കണ്ണീർ കണങ്ങൾ ഒരു കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്താ അതിനർത്ഥം? നിന്റെ കണ്ണീരെല്ലാം ശേഖരിച്ച് വെച്ച് ഓരോ തുള്ളി കണ്ണീരിനും നിനക്ക് ദൈവം പ്രതിഫലം തരും. അതായത് എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും. ഈ ഒരു വിശ്വാസം കുറഞ്ഞു പോയാൽ എന്നും നിരാശയായിരിക്കും. കാരണം ലോകത്തിൻ്റെ ശൈലി എന്താ? ആളുകൾ നമ്മളെ വിമർശിക്കും, കുറ്റപ്പെടുത്തും, തെറ്റിദ്ധരിക്കും. മറിച്ച് എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൽ ക്ഷമിക്കാനും മറക്കാനും സാധിക്കുകയുള്ളൂ. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകാം, ഒരുപാട് കരയുന്ന നൊമ്പരങ്ങളുണ്ടാകാം. ഇതിലെല്ലാറ്റിനു മുമ്പിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഇത് ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം എന്നെ പ്രതിഫലം തരും. ഈ ബോധ്യമില്ലെങ്കിൽ എന്തെങ്കിലും ആരോടും ക്ഷമിക്കാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ നമ്മൾ സഹായിച്ച ആളുകളായിരിക്കാം നമുക്കെതിരെ പറയുന്നത്. ഞാനൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ സഹായിച്ച വ്യക്തി നമുക്കെതിരായി പെരുമാറി എന്നൊക്കെ വരികയല്ലേ. ഇതൊക്കെ സാധാരണ സംഭവങ്ങളല്ലേ ജീവിതത്തിൽ. അപ്പോഴൊക്കെ എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അതുണ്ട്. ഈ വ്യക്തിയുടെ പുസ്തകത്തൊന്നും വേണമെന്നില്ല. കടം മേടിച്ച വ്യക്തി നമ്മുടെ ഔദാര്യവും സ്നേഹവും പറഞ്ഞ് അടുത്ത് നിന്ന് മേടിച്ചുള്ള വ്യക്തി തിരിച്ചു തരാതെ തിരിച്ചു പോകാമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ നീ മേടിക്കടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഭൂമി ബാക്കി പ്രതികരിക്കാം? ഇങ്ങനെ ചിന്തിക്കും, ദൈവം തരട്ടെ പ്രതിഫലം, ദൈവം തരട്ടെ, അതേ ഉത്തരവുള്ളൂ, വേറൊരു ഉത്തരവില്ല അതിൻ്റെ അകത്ത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം പ്രതിഫലം തരും. നിന്റെ നൊമ്പരങ്ങൾക്ക്, നിന്റെ സഹനങ്ങൾക്ക്, നിന്റെ വേദനകൾക്ക് ദൈവം പ്രതിഫലം തരും. ഈ ഒരു ബോധ്യം കയറിയാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ ആളുകളോടും ക്ഷമിക്കാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും പല ആളുകളുടെ മനസ്സിൽ വല്ലാത്ത വേദനയും വല്ലാത്ത വിഷമവും കിടപ്പുണ്ട്. ആളുകൾ പറഞ്ഞതിനെക്കുറിച്ചും ആളുകൾ ചെയ്തതിനെക്കുറിച്ചൊക്കെ വലിയ സങ്കടമായിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ പല ആൾക്കാരും. മോനെ മോളെ, നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കും, ക്ഷമിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകണം. എന്ത്? ദൈവം എനിക്ക് പ്രതിഫലം തരും. ചിലപ്പോൾ അപ്പം പ്രതിഫലം തരുമെന്നല്ല. ഈയുടെ ഒരു മകളുണ്ടെന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ 7 വള ഊരി കൊടുത്ത് അച്ഛാ എൻ്റെ നാത്തൂനെ കെട്ടിക്കാൻ വേണ്ടി. അവളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ കെട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ. 1 വർഷം പോലും ഈ വളയൊന്നിട്ട് നടക്കാൻ എനിക്ക് യോഗം കിട്ടിയില്ല. പെങ്ങളുടെ കല്യാണം ഊരി കൊടുത്തു. അന്ന് എല്ലാവരും പറഞ്ഞു സ്വത്ത് വീതം വെക്കം പരിഗണിക്കാമെന്ന്. ഇപ്പോൾ സ്വത്ത് വീതം വെച്ചപ്പം പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, ഞങ്ങളെ വീട്ടിൽ നിന്നും കൂടെ ഇറക്കി വിട്ടച്ചാ. സങ്കടമുണ്ട്, വിഷമുണ്ട്. ഞാൻ പറഞ്ഞു വെക്കും, മോളെ നീ ഇങ്ങനെ വിശ്വസിച്ചോ, നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ഈ വള നിനക്ക് തിരിച്ചു തരും. അത് നിൻ്റെ മകൾക്ക് നിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലൂടെയൊക്കെ തിരിച്ചു തരും. ദൈവത്തിന് പ്രത്യേക വഴികളുണ്ട്. നമ്മൾ ഊഹിക്കുന്ന വഴിയൊന്നും ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും വഴിയിലൂടെ ദൈവം തിരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ മണിച്ചോറ് പോലും ഓർക്കണം, അത് തിരിച്ചു വരും നമുക്ക്. ആ വ്യക്തിയുടെ നിന്നല്ലെങ്കിലും എവിടുന്നെങ്കിലും തിരിച്ചു വരും നമുക്ക്. നമ്മളൊരു ബസ്സിൽ കയറാൻ എടുത്തു കൊടുത്ത ടിക്കറ്റ്, ആ പൈസ വേറെ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് നമുക്ക് തരും. ഇത് വിശ്വസിക്കുന്നവൻ്റെ മനസ്സാ. അതായത് ദൈവം പ്രതിഫലം തരും. ഈ ഒരു വിശ്വാസമുള്ളവർക്ക് സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 19 തിരുവചനം എന്താ? മത്തായി 6:19 വായിക്കുന്നതിൽ, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുവിൻ. ഇവിടെ എല്ലാ നിക്ഷേപം, ഇവിടുത്തെ നിക്ഷേപം സംഭവിക്കും, അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ നിക്ഷേപം ഉണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ നിക്ഷേപങ്ങളല്ല, ഇവിടെ ബാങ്ക് ബാലൻസ്, ഇവിടുത്തെ പ്രശസ്തി പത്രങ്ങൾ, ഇവിടുത്തെ അവാർഡുകൾ എല്ലാം കിട്ടിയിട്ടും സ്വർഗത്തിൽ ദൈവസന്നിധി സ്ഥാനമില്ലെങ്കിൽ എന്താ കാര്യം? ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ ധനവാന്റെ ലാസറിന്റെ കഥ? ധനവാന്റെ വീടിൻ്റെ മുറ്റത്ത് കടന്ന പാവപ്പെട്ടവൻ ലാസർ, ഒറ്റവരണമായി വേദന അനുഭവിച്ചു വരുന്ന ലാസർ, അവനെ ധനവാൻ നോക്കി പോലുമില്ല. അവസാനം ധനവാനും ലാസറും മരിച്ചു. അന്ത്യവിധിക്ക് സമയത്ത് ഈ ലാസറിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ധനവാൻ താഴെ കിടക്കുമ്പോൾ ധനവാൻ കരഞ്ഞു പറഞ്ഞില്ലേ, ബൈബിൾ ഓർത്ത് നോക്കണം, ഇതാ ഞാനിവിടെ പീഡ അനുഭവിക്കുന്നു, ഒരു തുള്ളി വെള്ളം തരാനൊക്കെ പറ. അന്ന് എന്താണ് ദൈവസന്ദേശം ഉണ്ടായത്? ഭൂമിയിൽ നീ ഒരുപാട് സുഖം അനുഭവിച്ചില്ലേ, പക്ഷെ ഇവിടെ ലാസറാണ് സുഖം അനുഭവിക്കാൻ പോകുന്നത്. അന്നത്തെ നൊമ്പരങ്ങൾക്കൊക്കെ ഇവിടെ ലാസറിന് പ്രതിഫലം കൊടുക്കാൻ പോവാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നൊമ്പരങ്ങൾക്കും ദാഹങ്ങൾക്കൊക്കെ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. ഈ ഒരു വിശ്വാസം ശക്തമായി സൂക്ഷിക്കണം. സ്വർഗത്തിലെ നിക്ഷേപം. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ, ഒരാൾക്ക് സ്ഥലം കൊടുക്കുമ്പോൾ, ഒരു വീട് വെച്ച് കൊടുക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോവല്ലേ. ഈയിടെ ഒരു അപ്പൻ, 3-4 ഏക്കർ സ്ഥലമുള്ള അപ്പൻ മക്കൾക്കൊക്കെ വീതം വെച്ചു. വീതം വെച്ച് കഴിഞ്ഞ് എല്ലാവർക്കും തുല്യമായിട്ട് വീതം വെച്ചു. അവസാനം ഒരു 5 സെൻറ്റ് സ്ഥലം മാറ്റിവെച്ചു. മക്കൾ ചോദിച്ചു, ഇത് ആർക്ക് വേണ്ടിയാ? അത് ഒരാൾക്ക് കൊടുക്കാനാ എന്ന് പറഞ്ഞു. ആർക്ക് കൊടുക്കാനാ? അതൊന്ന് നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ അറിയണ്ട. ഈ മക്കളെല്ലാം കൂടി ചെന്ന് പള്ളിയിൽ അച്ഛനോട് പരാതി പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ചാച്ച സ്വത്ത് വീതം വെച്ച് ഒരു വഴിയരികിൽ ഒരു 5-6 സെൻറ്റ് സ്ഥലം
ചാച്ചനും മാറ്റി വെച്ചേക്കുക. ചാച്ചൻ്റെ പേരിലും ഇല്ല, ഞങ്ങളുടെ പേരിലും ഇല്ല. അച്ഛൻ വിളിച്ച് ചോദിച്ചു, എന്നതാ ചാക്കോച്ചേട്ടാ ഇങ്ങനെ 5-6 സെൻറ്റ് സ്ഥലം വെച്ചേക്കുന്നത്? ചാക്കോച്ചേട്ടൻ പറഞ്ഞു, അച്ഛാ അതാ അച്ഛാ എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള സ്ഥലം എന്ന് പറയും. എന്താ അത്? ഞാൻ ആ പാവപ്പെട്ട മനുഷ്യന് പെര വെക്കാൻ വേണ്ടി കൊടുക്കും അച്ഛാന്ന്. മക്കൾക്ക് കൊടുത്തതൊക്കെ നീതി അച്ഛാ, അതൊക്കെ അങ്ങനെ അങ്ങ് പോകും. അതൊന്നും ദൈവസ്ഥലത്ത് ദേശീയല്ല അച്ഛാ. ഈ കൊടുത്ത 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ പേരിലാണ് ഞാൻ സ്വർഗത്തിൽ പോകാൻ പോകുന്നത്. അതായത് അതാ എനിക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നത്. ബാക്കിയൊക്കെ ചെയ്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട, നിങ്ങൾ ദാനധർമ്മം ചെയ്തതാണ് സ്വർഗത്തിൽ നിക്ഷേപം. നിങ്ങൾ ഉപവാസമെടുത്താണ് സ്വർഗത്തിലെ നിക്ഷേപം. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത ഭക്ഷണമാണ് സ്വർഗത്തിലെ നിങ്ങളുടെ ഭക്ഷണം. നിങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിച്ച നൊമ്പരമാണ് സ്വർഗത്തിലെ നിങ്ങളുടെ മഹത്വം. ഇത് വിശ്വസിക്കണം. ദൈവം എനിക്ക് പ്രതിഫലം തരും. അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ടല്ലേ നമുക്ക് വിശുദ്ധരെ കിട്ടുന്നത്. വലിയ പണമുള്ള കുടുംബത്തിലെ പട്ടുവസ്ത്ര വ്യാപാരിയുടെ മകനായിരുന്ന ഫ്രാൻസിസ് ഇതെല്ലാം ഉപേക്ഷിച്ച് അസീസിലെ തെരുവിലൂടെ ചെരുപ്പ് പോലും ഇടാതെ ഇറങ്ങി നടന്നത് എന്തിനാ? നല്ല സുന്ദരിയായ ക്ലാരി എന്ന പെൺകുട്ടിയും ആഡംബരങ്ങളും സുഖഭോഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് എന്തിനാണ് ഈ ഫ്രാൻസിസ് ഇറങ്ങിപ്പോയത്? സ്വർഗത്തിൽ നിക്ഷേപം കിട്ടും, സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. മുട്ടത്തുപാട് തന്നക്കുട്ടി എന്ന് പറയുന്ന പെണ്ണ് കല്യാണം വന്നപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എന്തിനാ കാല് പൊള്ളിച്ചത്? കല്യാണം മാറിപ്പോണ്ട് കാല് പൊള്ളിച്ചെന്തിനാ? അവളാണ് അൽഫോൺസാമ. ഇന്ന് അവളുടെ കാല് തൊട്ട് മുത്താൻ വേണ്ടി നമ്മൾ ക്യൂ നിൽപ്പില്ലേ? സ്വർഗത്തിലല്ലേ മഹത്വം ഉണ്ടാകുന്നത്? സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ വൈദികനാകുക എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങിപ്പോയ ചാവറയിലെ കുര്യാക്കോസ് ഇന്ന് വിശുദ്ധ ചാവറ അച്ഛനല്ലേ? ഇതാണ് വിശുദ്ധി, ഇതാണ് ചിന്ത, ദൈവിക ചിന്ത. ദൈവം എനിക്ക് പ്രതിഫലം തരും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കൽക്കട്ടയിലെ തെരുവിൽ പോയി ചാണകം മെഴി തറയെ കിടക്കുമ്പോൾ ആ തെരേസ എന്ന് പറഞ്ഞ കന്യാസ്ത്രീ വിശുദ്ധിയായി മാറുകയാണ്. എങ്ങനെ പ്രതിഫലം ലഭിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തമ്പുരാന് വേണ്ടി പങ്കുവയ്ക്കുന്നത് മാത്രമേ സ്വർഗത്തിൽ കയറുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ മർമ്മരങ്ങളിൽ മനസ്സിൽ മയിൽപ്പയിൽ തുണ്ടുപോലെ സൂക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ ബോധ്യം, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എനിക്ക് പ്രതിഫലം നൽകുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah, Amen. Hallelujah, 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 Amen. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. Hallelujah, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ജീവനേ ജീവനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ നമ്മുടെ രക്ഷകനായ ഈശോയെ നമ്മൾ കാണുന്നു. നമുക്ക് വേണ്ടി മുറിവേറ്റ് കൊല്ലപ്പെട്ടവനായ ദൈവത്തിൻ്റെ കുഞ്ഞാടാണിത്. പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പീഡ അനുഭവിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അവൻ ഏറ്റെടുത്തത് നമ്മുടെ വേദനകളാണ്, അവൻ ചുമന്നത് നമ്മുടെ രോഗങ്ങളാണ്. ആ നല്ല ദൈവത്തെ ഈ വിശുദ്ധ കുർബാനയിൽ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ആരാധിക്കാം. വിശ്വാസത്തോടെ കരങ്ങൾ തുറന്നു പിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നല്ല ദൈവമേ, നല്ല ദൈവമേ, ഈ വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ, കൂടെയുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. എന്റെ രക്ഷകനായ യേശു ക്രിസ്തുവേ, അങ്ങ് ഇവിടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ജീവിതത്തിന്റെ ഭാഗ്യമെല്ലാം അങ്ങയുടെ കരങ്ങളിലാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഈ ആൾത്താരെ ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ സ്തുതിക്കുന്നു, ഞങ്ങളുടെ കൂടെയുള്ള രക്ഷകനെ സ്തുതിക്കുന്നു, ഞങ്ങളുടെ കൂടെയുള്ള മഹത്വമുള്ള കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ നിമിഷം അങ്ങേ തിരുനാമത്തിന് മഹത്വം ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവപിതാവേ, ഈ നിമിഷം അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പാപപരിഹാരമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യേശുവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെയും മരണത്തിലൂടെയും അങ്ങ് എൻ്റെ ജീവിതത്തിന് ഉയർച്ചയും വളർച്ചയും തന്നിരിക്കുന്നു. നാഥ, ഞങ്ങളിന്ന് അനുഭവിക്കുന്ന എല്ലാം നിൻ്റെ ദാനമാണ്, നിൻ്റെ വലിയ കൃപയാണ്. കൃപയാലാണ് ഞങ്ങളായിരിക്കുന്നത്. ഈ നിമിഷം നിനക്ക് മഹത്വം നൽകി ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, നീയാണ് ഞങ്ങളുടെ രക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, നിനക്ക് മാത്രമാണ് മഹത്വമെന്ന് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഏറ്റുപറഞ്ഞ് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം കൈയടിച്ച് ഉണർവോടെ പങ്കുവയ്ക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. കൈകൾ ഉയർത്തി. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്.
തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് ആത്മീയത. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ നിഴലിക്കണം. ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം നിശ്ചയിക്കാത്ത ഒരു കാര്യവും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. എല്ലാ ദൈവത്തിൻ്റെ സംഭവങ്ങൾക്കും നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും സമർപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ ഭാരങ്ങൾ കാണും. രോഗത്താൽ വിഷമിക്കുന്നവർ കാണും, മാനസിക വൈകല്യമുള്ളവർ കാണും, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവർ കാണും, ചതിക്കപ്പെട്ടവർ കാണും. മകനെ മകളെ, ഇതെല്ലാം സ്വീകരിക്കാനുള്ള ആത്മീയ ശാന്തതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കാം. മാറ്റാൻ പറ്റാത്തവയെ മാറ്റാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള ശാന്തതയാണ് ആത്മീയത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഓരോ വേദനകളിലൂടെ കടന്നു പോകുന്ന അനവധി മനുഷ്യരുണ്ട്. നമുക്കൊരു നിമിഷം അവരെല്ലാം ഓർക്കാം. പ്രത്യേകമായി ജീവിതത്തിൻ്റെ വീർപ്പ് മുട്ടലിൽ കടന്നു പോകുന്നവർ, അവരെല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിന്ന് പ്രാർത്ഥിക്കും. പുറമേ കാണുന്ന ദുഃഖങ്ങളല്ല, ഉള്ളിൽ ഒതുക്കുന്ന ദുഃഖങ്ങൾ ധാരാളം പേർക്കുണ്ട്. വർഷങ്ങളായി ഭാര്യ രോഗമായി കിടക്കുന്നു. ആ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന ഭർത്താവിനെ എനിക്കറിയാം. കല്യാണം കഴിച്ചു വന്ന ആ ദിവസം മുതൽ അന്നുണ്ടായ നൊമ്പരമാണ് കുടിച്ചു വന്ന ഭർത്താവ്. ഇത്രയും വർഷങ്ങളായി ഭർത്താവിൻ്റെ മദ്യപാനത്തിൻ്റെ നൊമ്പരം അനുഭവിക്കുന്ന ഭാര്യയുണ്ട്. ഉണ്ടായ നാളെ തൊട്ട് തിരിച്ചറിയുന്നു തൻ്റെ മകൻ മാനസിക രോഗിയാണ്, ബുദ്ധിവൈകല്യമുള്ളവനാണ്. ആ മകനെയും കൊണ്ടു നടക്കുന്ന അമ്മയെ എനിക്കറിയാം. ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പിച്ചു ചീന്തപ്പെട്ട് ദുരുപയോഗിക്കപ്പെട്ട പെൺകുട്ടി എനിക്കറിയാം. പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ അനുഭവിക്കുന്ന സങ്കടങ്ങൾ പുറമേ ഉള്ളതല്ല, ഉള്ളിലാണ് അവരുടെ കുരിശുകൾ. എല്ലാ കുരിശുകളും ഏറ്റെടുക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ നിമിഷം ഇങ്ങനെ നിശബ്ദമായി സഹിക്കുന്ന ആളുകളുണ്ട്. ആരോടും അധികം ഉച്ചരിക്കാതെ നിശബ്ദമായി സഹിക്കുന്ന എല്ലാ ആളുകളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ കൈകൾ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എല്ലാ വ്യക്തികളുടെയും നൊമ്പരങ്ങളുമായി അങ്ങേ സന്നിധിയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗങ്ങളെക്കാൾ മാനസിക വ്യതകളാല് വിഷമിക്കുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, അവരെ ശക്തിപ്പെടുത്തണമേ, അവരെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായി സ്നേഹം ലഭിക്കാതെ അനാഥാലയങ്ങളിൽ വളരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസിക വൈകല്യമുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളില്, വീടുകളില്, അനാഥാലയങ്ങളിലുമുള്ള എല്ലാ മാനസിക രോഗികളെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ, അങ്ങ് സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, തെറ്റിദ്ധാരണകൾക്ക് അകപ്പെട്ടു പോയി നൊമ്പരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ശക്തിപ്പെടുത്തണമേ, അങ്ങ് ശക്തിപ്പെടുത്തണമേ. ജീവിത യാത്രയില് തളർന്നു പോകാതെ അങ്ങേ കുരിശ് ചുമക്കുവാൻ എല്ലാവരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കടബാധ്യതകളാൽ ഭാരം ചുമക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് എല്ലാവരെയും അങ്ങ് മോചിപ്പിക്കണമേ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ചെയ്യാത്ത തെറ്റുകൾക്കായി ജയിലുകളിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീഡനങ്ങൾ ഏൽക്കുന്ന നശിപ്പിക്കപ്പെടുന്ന എല്ലാവരുടെയും ആത്മീയ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജയിലുകളിൽ കിടക്കുന്നവരുടെ ആശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആകാശ പറവുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യം ഉള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയിലുകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധികളുടെ അടിമത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ക്രിസ്തീയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭീകരവാദികളുടെ ആയുധങ്ങൾക്ക് മുമ്പിൽ ജീവിതത്തെ തീർത്തു പോകുന്ന എല്ലാ ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, ശക്തിപ്പെടുത്തണമേ. കുരിശുകൾ സഹിക്കാൻ ശക്തിപ്പെടുത്തണമേ. കുരിശുകൾ വഹിക്കാൻ ബലം കൊടുക്കണമേ. ജീവിതങ്ങൾ ഏൽപ്പിച്ചു തരുന്ന എല്ലാ കുരിശുകളെ ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടക്കാൻ ശക്തി കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും യേശു തന്നെയാണ്. ഭാരം ചുമക്കുന്ന ഓരോ വ്യക്തിയും കാൽവരി മലയിലേക്ക് കയറുന്ന യേശു തന്നെയാണ്. ശിരസിൽ മുൾമുടി ഇല്ലെങ്കിലും നമ്മളെല്ലാവരും നൊമ്പരപ്പെടുമ്പോൾ കുരിശിൻ്റെ വഴിയിൽ തന്നെയാണ്. തോളിൽ കാണാവുന്നൊരു മരക്കുരിശില്ലെങ്കിലും ജീവിതത്തിൻ്റെ ഭാരങ്ങളുമായി എല്ലാവരും കാൽവരി മല കയറുകയാണ്. ഈ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ വേദനകളെയും തമ്പുരാന്റെ പക്കലേക്ക് സമർപ്പിക്കാം. ജീവിതം നമുക്ക് ഏൽപ്പിച്ചു തരുന്ന സകല പീഡാനുഭവങ്ങളെയും ഏറ്റുവാങ്ങാനുള്ള പക്വതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയോട് പറയാം, ഈശോയെ, ഞാൻ നിൻ്റെ ഒപ്പം നടക്കും, തളരില്ല ഞാൻ, വീടില്ല വഴിയിൽ, വീണ്ടും നടക്കും ഞാൻ കുരിശിൻ്റെ വഴിയിൽ നിന്ന് ഏറ്റു കർത്താവോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉറപ്പിച്ചു നിർത്താം. മുൾമുടിയില്ലെങ്കിലും ഞാനും നടക്കുന്നു കുരിശിൻ്റെ വഴി. തോളിൽ മരക്കുരിശില്ലെങ്കിലും കയറുന്നു ഞാനും കാൽവരി മലകൾ. ശിരസിൽ മുൾമുടിയില്ലെങ്കിലും ഞാനും നടക്കുന്നു കുരിശിൻ്റെ വഴി. തോളിൽ മരക്കുരിശില്ലെങ്കിലും കയറുന്നു ഞാനും കാൽവരി മലകൾ. ജീവിത
ജീവിതം സമ്മാനിക്കുന്ന എല്ലാ കുരിശുകളുമായി നമുക്ക് വീശു നടന്ന വഴിയിലൂടെ തന്നെ പോകാം. ദൈവഹിതത്തിനായി സമർപ്പിക്കാം, കർത്താവിനായി വിട്ടുകൊടുത്തു കൊടുക്കാം. അന്ത്യത്താഴവും പെസഹായും ഏകനായി കേഴും ഗത്സമനും, അന്ത്യത്താഴവും പെസഹായും ഏകനായി കേഴും ഗത്സമനും, ഒറ്റിക്കൊടുക്കുന്ന രാത്രികളും ഇന്നും തുടരുന്നു ജീവിതത്തിൽ, ഇന്നും തുടരുന്നു ജീവിതത്തിൽ. ശിരസിൽ മുൾമുടിയില്ലെങ്കിലും ഞാനും നടക്കുന്നു കുരിശിൻ്റെ വഴി, തോളിൽ മരക്കുരിശില്ലെങ്കിലും കയറുന്നു ഞാനും കാൽവരി മലകൾ. ജീവിതത്തിന്റെ ഭാരങ്ങളുമായി ഞാൻ മുന്നോട്ട് തന്നെ നടക്കും. തളരില്ല, ഞാനും മടുത്തു പോവില്ല. യേശുവിന്റെ കൂടെയാണ് ഞാൻ നടക്കുന്നത്. യേശുവിനെ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. തളരില്ല ഞാനിനി, വീഴില്ല വഴി, വീണ്ടും നടക്കും നിൻമുഖം നോക്കി. തളരില്ല ഞാനിനി, വീഴില്ല വഴി, വീണ്ടും നടക്കും നിൻമുഖം നോക്കി. നിൻമുറിപ്പാടുകൾ ധ്യാനിച്ചു ധ്യാനിച്ചു മറക്കാം ഞാനെൻ നൊമ്പരങ്ങൾ, മറക്കാം ഞാനെൻ നൊമ്പരങ്ങൾ. ശിരസിൽ മുൾമുടിയില്ലെങ്കിലും ഞാനും നടക്കുന്നു കുരിശിൻ്റെ വഴി, തോളിൽ മരക്കുരിശില്ലെങ്കിലും കയറുന്നു ഞാനും കാൽവരി മലകൾ. ശിരസിൽ മുൾമുടിയില്ലെങ്കിലും ഞാനും നടക്കുന്നു കുരിശിൻ്റെ വഴി, തോളിൽ മരക്കുരിശില്ലെങ്കിലും കയറുന്നു ഞാനും കാൽവരി മലകൾ. തളരാതെ മടുക്കാതെ യേശുവിൻ്റെ മുഖം നോക്കി ജീവിതയാത്രയെ മുന്നോട്ട് പോകാൻ വലിയ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് എന്നും കോട്ടയായി നിൽക്കട്ടെ. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം പുതിയൊരു ശക്തിയുടെ അഭിഷേകം നമുക്ക് ലഭിക്കും. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തളർന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണു പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനസ്സിൽ നൊമ്പരമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് നല്ല ചെയ്ത കർത്താവേ. അങ്ങിപ്പോൾ സമീപസ്ഥനാകണമേ. മനമുരുകിയവരെ രക്ഷിക്കുമെന്ന് നല്ല ചെയ്ത കർത്താവേ. അങ്ങിപ്പോൾ രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയ ശക്തി ഒഴുകട്ടെ, ആത്മീയ ശക്തി കടന്നു വരട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ. എൻ്റെ ജീവിതത്തിന്റെ ദുഃഖ വഴികളിൽ എന്നെ ഒറ്റയ്ക്ക് അങ്ങ് വിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് എന്നെ വിടരുതേ എന്ന് യാചിക്കുന്നു. അങ്ങയുടെ കാനാൻ ദേശം എത്തുവോളം അങ്ങനെക്ക് കൂട്ടായിരിക്കണമേ. നാഥ, അങ്ങില്ലാതെ ഈ മരുഭൂമി ഞാൻ എങ്ങനെ കടക്കും? അങ്ങില്ലാതെ ഞാൻ എങ്ങനെ കാനാൻ ദേശത്തെത്തും? മോശയെ പോലെ ഞാനും ചോദിക്കുന്നു, അങ്ങനെ ഏകനായിട്ട് അയക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ ശക്തി ഒഴുകട്ടെ, അങ്ങേ ബലമൊഴുകിയെത്തട്ടെ. എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷം അങ്ങനെ കൂട്ടായിരിക്കണമേ. അങ്ങേ മുറിപ്പാടുകൾ കണ്ട് മനസ്സ് ധൈര്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടുകുത്തി നിൽക്കുന്ന ഈ നിമിഷം ദിവ്യകാരുണ്യ നാഥന്റെ ആശീർവാദം സ്വീകരിച്ച് ആത്മീയ കരുത്തുള്ളവരായി മാറാം. വെയിലത്ത് വാടാത്ത പൂക്കളെ പോലെ മനസ്സിൽ ശക്തിയുള്ളവരായി നിന്ന് ദൈവ വഴികളിൽ നടക്കാനുള്ള ധീരതയ്ക്ക് വേണ്ടി യാചിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞാടേ, ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.